ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ആദ്യമായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് അരുണിമ എന്നാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. മക്കളെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളുടെയും ഉത്തരങ്ങൾ പലതാണെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാം. ആരോഗ്യം ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു വിലയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുക. ഇപ്പൊ ഒരു ചെറിയ പനി ആയിക്കോട്ടെ, ആ പനി വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ അതുവരെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരിക്കും അല്ലെ. പക്ഷെ ഒരു പനിയോ ഒരു ജലദോഷമോ ഒക്കെ വന്ന് നമ്മൾ അതൊന്ന് കിടപ്പിലായി കഴിഞ്ഞ് നമ്മൾ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ഈ പനിയൊക്കെ ഒന്ന് മാറി നമ്മൾ വീണ്ടും ആരോഗ്യത്തോടെ എത്തണം എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടേക്കാ? ഡോക്ടറുടെ അടുത്തേക്കാണ് അല്ലെ. ഡോക്ടറാണ് നമ്മൾക്ക് എന്താണ് അസുഖമെന്നും കൃത്യമായിട്ട് അതിനുള്ള മരുന്നുകളും കുറിച്ച് നൽകാറ്. പലപ്പോഴും പല ആളുകൾക്കും ഉണ്ട് സ്വയം ചികിത്സ എന്ന് പറയുന്ന ഒരു പരിപാടി. എന്താ ഈ സ്വയം ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് വേണ്ട അസുഖങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളോ എന്നൊക്കെയുള്ളത് സ്വന്തം തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. അതായത് എനിക്ക് ഇന്ന് അസുഖമാണെന്ന് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് എന്തൊക്കെയോ മരുന്നുകൾ സ്വയം അങ്ങ് കഴിയും. അങ്ങനെ ചെയ്യുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും പാടില്ല. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക? എന്താണ് അസുഖം എന്നുള്ളതും ഡോക്ടർ തരുന്ന മരുന്ന് ഏതാണെങ്കിലും അത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കഴിക്കുക. അത് കൃത്യമായിട്ട് കഴിക്കുക എന്നത് എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെ. ഇപ്പൊ ഡോക്ടർ ഒരു 10 ദിവസത്തേക്കാണ് മരുന്ന് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ 10 ദിവസം കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അല്ലെ. ആ 10 ദിവസം കഴിഞ്ഞ് ഒരു 5 ദിവസം കുടിച്ചതിന് ശേഷം എന്റെ അസുഖമൊക്കെ മാറി, ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും എന്ത് ചെയ്യും? ഈ അസുഖം വീണ്ടും തലപൊക്കും. അതുകൊണ്ട് ഡോക്ടർ തരുന്ന മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളത് എന്താണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണോ ടീച്ചർ പറഞ്ഞത്? യെസ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള അസുഖങ്ങളെ നമ്മൾ 2 രീതിയിലാണ് തരംതിരിക്കാറ്. അതിൽ ഒന്നാമത്തെ അസുഖം എന്ന് പറയുന്നത് ജീവിത ശൈലികൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങളും രണ്ടാമത്തെ അസുഖം എന്ന് പറയുന്നത് എന്താണ്? പകർച്ചവ്യാധികളുമാണ്. ഓക്കെ. ഇപ്പൊ മഴക്കാലമാകുന്ന സമയത്ത് പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ല പേടിയാണ്. കാരണം എന്താ? മഴക്കാലഘട്ടങ്ങളിൽ അല്ലെ ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. അതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാ? കൊതുകാണ്. കൊതുക് എന്ത് ചെയ്യും? മഴക്കാലം ആവുന്ന സമയത്ത് അല്ലെ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ മുട്ടയിടുകയും അത് വന്നിട്ട് അല്ലെ ഈ കുട്ടികളെ ഉണ്ടാക്കി ആ കുഞ്ഞു കൊതുകുകൾ നമ്മളെ എന്ത് ചെയ്യും? എല്ലാരെയും വന്ന് കടിക്കുകയും ചെയ്യും. നമുക്ക് പല അസുഖങ്ങളും വരികയും ചെയ്യും. അപ്പൊ മഴക്കാലം എന്നുള്ളത് രോഗങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ വെള്ളത്തിൽ കളിക്കാതിരിക്കാനും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനും മഴക്കാല രോഗങ്ങൾ വരുന്ന ഏതെങ്കിലും കൂട്ടുകാരൻ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പനി ആയിക്കോട്ടെ ജലദോഷം ആയിക്കോട്ടെ ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെ തന്നെ പോയി ഇരുന്ന് കളിച്ച് ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും രോഗം വരും. കാരണം എന്താ? പകർച്ചവ്യാധികളുടെ ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ രോഗിയുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? അസുഖങ്ങൾ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക, കൊതുക് കടി കൊള്ളാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ഇപ്പൊ നെറ്റ് ഇടാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കൊതുക് കടിക്കാനുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ബാറ്റ് ഉപയോഗിച്ച് നിങ്ങൾ വേണേൽ കൊന്നോ, ഇതൊന്നും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ആരോഗ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം തന്നെ സംരക്ഷിക്കണം. കൃത്യമായിട്ട് വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. നഖങ്ങൾ വെട്ടുക അല്ലെ, കൈകാലുകൾ വൃത്തിയായിട്ട് കഴുകുക, ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായിട്ട് കഴുകുക, മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകാലുകൾ കഴുകുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റുക. നല്ല ആരോഗ്യമുള്ള സ്ഥലത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിൽ ഓർത്തു വെക്കുക. അപ്പൊ ഏറ്റവും പ്രധാനം എന്താണ്? നമ്മുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യം വിട്ടിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ ഒരു കളിക്ക് അത് ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്? പങ്കെടുക്കരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ വെള്ളം കുടിക്കുമ്പോൾ അല്ലെ, നിങ്ങൾ പല ആളുകൾക്കുണ്ട് എവിടെ നിന്നുള്ള എന്ത് വെള്ളം കിട്ടിയാലും കയറി കുടിക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഏറ്റവും കൂടുതൽ സൂക്ഷ്മജീവികൾ ഉണ്ടാവുക ഈ വെള്ളത്തിനകത്താണ്. വെള്ളത്തിനകത്തൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തൂടെ ഒക്കെ പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് ഇനി ഒരു വേനൽക്കാലാണ് വരാൻ വേണ്ടി പോകുന്നത് അല്ലെ.
വേനൽക്കാലത്ത് പലതരം റാഷസ്, ചൊറിച്ചില് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. എന്തുകൊണ്ടാ? കൃത്യമായിട്ട് കുളിക്കാത്തതുകൊണ്ട്. അപ്പൊ ശുചിത്വം അല്ലെ, വ്യക്തി ശുചിത്വവും കൂടി എന്ത് ചെയ്യുക, പാലിക്കുക, വൃത്തിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരോഗ്യത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. ബൈ.